വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യ ഗുരുജനങ്ങളെ, മറ്റ് ബന്ധുജനങ്ങളെ, എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. സ്വർഗീയ ഹരിയേട്ടൻ്റെ മാതൃകാപരമായ വ്യക്തിത്വത്തെ അനുസ്മരിച്ചുകൊണ്ട് ആദ്യമായി എൻ്റെ ആദരാഞ്ജലികൾ സമർപ്പിക്കുന്നു. ഹരിയേട്ടൻ്റെ ഈ ഒന്നാം ചരമവാർഷിക വേളയിൽ അദ്ദേഹത്തിൻ്റെ ബഹുമുഖ വ്യക്തിത്വത്തെ വെളിപ്പെടുത്തുന്ന ഋഷിതുല്യനായ ഹരിയേട്ടൻ എന്ന പേരിൽ ഒരു ഓർമ്മ പുസ്തകം പുറത്തിറക്കിയ ശ്രീ ലക്ഷ്മിഭായി ധർമ്മ പ്രകാശൻ ട്രസ്റ്റിൻ്റെ ഭാരവാഹികളെ എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കട്ടെ. ഹരിയേട്ടൻ 93 വയസ്സ് വരെ ജീവിച്ചു. ഏതാണ്ട് അവസാന ഘട്ടം വരെ മാനസികവും ശാരീരികവുമായി കർമ്മനിരതനായിരുന്നു. ഇതിൽ 79 വർഷം രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിലെ ഒരു സ്വയംസേവകനായി, 72 വർഷത്തെ പ്രചാരക ജീവിതം, പല തലമുറകളിൽപ്പെട്ട അനേകായിരം പ്രവർത്തകർക്ക് അദ്ദേഹം മാർഗദർശിയായി. അതുല്യമായ ഒരു ധൈഷണിക പ്രതിഭാസമായിരുന്നു ഹരിയേട്ടൻ. പണ്ഡിതൻ, വാഗ്മി, ഗ്രന്ഥകാരൻ, സംഭാഷണപ്രിയൻ എന്നീ നിലകളിലെല്ലാം ഏറെ വേറിട്ട ഒരു സാന്നിധ്യവും വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. വ്യവസ്ഥാകുശലത, അസാധാരണമായ നിരീക്ഷണ പാടവം, വിമർശനാത്മകമായ ബുദ്ധിവൈഭവം, ഇതെല്ലാം ആ ദക്ഷിണാശാലിയുടെ പ്രത്യേകതകളായിരുന്നു. ഹരിയേട്ടൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ 2-2.5 പതിറ്റാണ്ട് ധൈഷണിക കർമ്മങ്ങൾക്കായി പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളൊക്കെ ഏതാണ്ട് ഈ കാലഘട്ടത്തിലാണ് വെളിപ്പെട്ടത്. നമ്മുടെ ഭാഷയ്ക്കും സംസ്കാരത്തിനും സമാജത്തിനും അതിലൂടെ വലിയ നേട്ടങ്ങൾ തന്നെ കൈവന്നു. ഹരിയേട്ടൻ്റെ രചനകൾ ആത്മനിഷ്ഠമായ പാണ്ഡിത്യ പ്രകടനത്തിൻ്റെ അടയാളങ്ങളല്ല, മറിച്ച് അവ സാമാജികവും സാംസ്കാരികവുമായ പരിവർത്തനത്തിനും മുന്നേറ്റത്തിനും മാർഗദീപമായി വർത്തിക്കുന്ന രചനകളാണ്. സംഘപ്രചാരകൻ എന്ന നിലയിൽ അദ്ദേഹം സമാർജിച്ച സാമൂഹികമായ ഉൾക്കാഴ്ച ആ രചനകളെ ആപാദചൂഡം അനുഗ്രഹിച്ചു നിൽക്കുന്നു. പ്രവാസിയായ പ്രചാരകൻ പക്വതയാർന്നൊരു പണ്ഡിതനായി പരിണമിച്ചതിന് പിന്നിൽ വലിയ നിശ്ചയദാർഢ്യവും ഏകാഗ്രമായ പരിശ്രമവും ഉണ്ടായിരുന്നു എന്ന് വ്യക്തം. സഹജമായ ജിജ്ഞാസ അഥവാ സത്യാന്വേഷണ വ്യഗ്രത, ഇതില്ലാതെ ഈ രംഗത്ത് വിജയിക്കുക എളുപ്പമല്ല. യാത്രയ്ക്കിടയിൽ വായിക്കാൻ വേണ്ടി വാൽമീകി രാമായണം ചെറിയ ചെറിയ പുസ്തകങ്ങളാക്കി യാത്രയിൽ കൊണ്ടുപോയിരുന്നതായി ഒരിക്കൽ ഹരിയേട്ടൻ പറഞ്ഞതോർക്കുകയാണ്. ഹരിയേട്ടൻ്റെ വലിയൊരു സാഹിത്യ ശേഖരം, 10 വാല്യങ്ങളുള്ള രചനാ സമാഹാരം നമുക്ക് ഇന്ന് ലഭ്യമാണ്. ഈ സമാഹാരത്തിൽ ഉൾപ്പെടാത്ത ഹിന്ദി ഭാഷയിൽ 12 വാല്യങ്ങളായി പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള ശ്രീ ഗുരുജി സമഗ്ര അഥവാ ശ്രീ ഗുരുജി സാഹിത്യ സർവസ്വം അത്യന്തം പ്രാധാന്യമർഹിക്കുന്ന ഹരിയേട്ടൻ്റെ ഒരു ധൈഷണിക സംഭാവനയാണ്. 33 വർഷം സംഘത്തിൻ്റെ സർസംഘചാലകനായിരുന്ന പൂജനീയ ഗുരുജി ഗോൾവൽക്കറുടെ ജന്മശതാബ്ദിയോട് അനുബന്ധിച്ചാണ് ഈ ഗ്രന്ഥ സമുച്ചയം പുറത്തിറക്കിയത്. ശ്രീ ഗുരുജിയുടെ പ്രഭാഷണങ്ങൾ, ലേഖനങ്ങൾ, ബൗദ്ധികകൾ, ബൈഠക് ബിന്ദുക്കൾ, ആമുഖക്കുറിപ്പുകൾ, പ്രമുഖരായ നിരവധി വ്യക്തികളെക്കുറിച്ചുള്ള അനുസ്മരണങ്ങൾ,
കത്തുകൾ എല്ലാം തേടിപ്പിടിച്ച് ചിട്ടപ്പെടുത്തിയ ആ കൃതി വരാൻ പോകുന്ന നിരവധി തലമുറകൾക്ക് കൂടി പ്രയോജനപ്പെടുന്നതാണ്. സനാതനധർമ്മത്തിൻ്റെയും സനാതന ഹിന്ദു രാഷ്ട്രത്തിൻ്റെയും ആധുനിക കാലത്തെ വ്യാഖ്യാതാക്കളിൽ ശ്രദ്ധേയനാണ് പൂജനീയ ഗുരുജി. ആ നിലയ്ക്കാണ് ആ വാഗ്മയത്തിൻ്റെ സമകാലിക പ്രസക്തി. പൂജനീയ ഗുരുജിയുടെ സമഗ്രമായ ഒരു ജീവിത ചരിത്രവും ഹരിയേട്ടൻ്റെതായി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഹരിയേട്ടൻ്റെ ആദ്യകാല രചനകൾ പലതും രാഷ്ട്രനിർമ്മാണ സംബന്ധിച്ച് സംഘം മുന്നോട്ട് വച്ചിട്ടുള്ള കാഴ്ചപ്പാടുകൾ സ്പഷ്ടമാക്കാനും സംഘപ്രവർത്തനത്തിൻ്റെ ഫലമായി സമാജത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഭാവാത്മകമായ പരിവർത്തനങ്ങളെ അടയാളപ്പെടുത്താനും വേണ്ടി എഴുതപ്പെട്ടുള്ളവയാണ്. അമ്മയുടെ കാൽക്കൽ, ഇനി ഞാൻ ഉറങ്ങട്ടെ, RSSും ഉണരുന്ന ഹിന്ദുത്വവും ഒക്കെ ആ വിഭാഗത്തിൽ പെടുന്ന കൃതികളാണ്. ചരിത്രപരമായ പശ്ചാത്തലമുള്ള ചില രചനകൾ അദ്ദേഹത്തിൻ്റെതായുണ്ട്. ഇപ്പോൾ 16-ാം നൂറ്റാണ്ട് മുതൽ പോർച്ചുഗീസുകാരുടെ നേതൃത്വത്തിൽ ഗോവയിൽ നടന്ന മതംമാറ്റത്തെക്കുറിച്ചും മറ്റും എഴുതിയിട്ടുള്ള ഗോവയിലെ മതംമാറ്റം, കഥയും വ്യഥയും, അതുപോലെ നമ്മുടെ 19-ാം നൂറ്റാണ്ടിലെ നവോത്ഥാന ചരിത്രത്തിൻ്റെയും പിന്നീടുണ്ടായ സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിൻ്റെയും പശ്ചാത്തലത്തിൽ എഴുതിയിട്ടുള്ള വന്ദേമാതരത്തിൻ്റെ കഥ, അടിയന്തരാവസ്ഥയെ അനുസ്മരിച്ച് സമാഹരിച്ചിട്ടുള്ള പ്രസിദ്ധീകരണം, ഇതെല്ലാം അങ്ങനെ ചരിത്ര പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട കൃതികളാണ്. നമ്മുടെ ധർമ്മത്തെയും സംസ്കാരത്തെയും സാധാരണക്കാർക്ക് പോലും മനസ്സിലാവും വിധം വ്യാഖ്യാനിക്കുന്ന കൃതികളുണ്ട്. ധർമ്മം ഒരു വിശകലനം, രാഷ്ട്രവും സംസ്കാരവും, അതുപോലെ അദ്ദേഹം തർജ്ജമ ചെയ്ത് പ്രസിദ്ധീകരിച്ചിട്ടുള്ള രാഷ്ട്രചിന്തനം, വേദങ്ങളിൽ തുടങ്ങിയ കൃതി ആ വിഭാഗത്തിൽ പെടുന്നവയാണ്. സാമൂഹിക പരിഷ്കരണത്തിൻ്റെ അനിവാര്യതയെ ബോധ്യപ്പെടുന്ന മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന കൃതി വളരെ ശ്രദ്ധേയമാണ്. നമുക്കറിയാം, സ്വാമി വിവേകാനന്ദൻ നടത്തിയിട്ടുള്ള വളരെ പ്രശസ്തമായ ഒരു പ്രസ്താവനയുണ്ട്. ഭാരതത്തിൻ്റെ പുരോഗതിക്ക് അല്ലെങ്കിൽ അതിൻ്റെ ആത്മാവിഷ്കാരത്തിന്, ദേശീയ പ്രതിഭയുടെ ആവിഷ്കാരത്തിന് തടസ്സമായി നിൽക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അന്ധമായ പാശ്ചാത്യ അനുകരണം. മറ്റൊന്ന്, യാഥാസ്ഥികരായിട്ടുള്ള ആളുകളുടെ പിടിവാശി. അപ്പം ഈ രണ്ടും നമ്മുടെ സമാജത്തിൻ്റെ മുന്നോട്ടുള്ള ചരിത്രത്തിന്, യാത്രയ്ക്ക് വിലങ്ങുതടിയാവും എന്നുള്ള ഒരു സത്യത്തെ വളരെ യുക്തിഭദ്രമായി അവതരിപ്പിക്കുന്ന ഈ മാറ്റുവിൻ ചട്ടങ്ങൾ എന്ന കൃതി വളരെ പ്രധാനമാണ്. വിഷ്ണു സഹസ്രനാമ വ്യാഖ്യാനം, നൃസിംഹ സ്തുതി അർത്ഥവും വ്യാഖ്യാനവും, ഭഗവത്ഗീത നിഘണ്ടു, ഇതെല്ലാം ആധ്യാത്മിക സാഹിത്യത്തിന് ഹരിയേട്ടൻ്റെ സംഭാവനകളായിട്ട് നമുക്ക് കണക്കാക്കാം. നമ്മുടെ രണ്ട് ഇതിഹാസ കൃതികളായ രാമായണം, മഹാഭാരതം, ഇവയെ ആധാരമാക്കി ഹരിയേട്ടൻ രചിച്ച കൃതികൾ വളരെ പ്രയോജനകരങ്ങളായിട്ടുള്ള രചനകളാണ് എന്ന് പ്രത്യേകം പറയേണ്ടതും. നമ്മുടെ ഇതിഹാസങ്ങൾ എന്നത് യഥാർത്ഥത്തിൽ അത് ഒരു സർവകലാശാലയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. മുൻപ് ഒരു എഴുത്തുകാരൻ അതിനെക്കുറിച്ച് പറഞ്ഞത്, നമ്മുടെ ഇതിഹാസങ്ങൾ എന്നത് ടോട്ടൽ ലിറ്ററേച്ചറാണ്, അതിലില്ലാത്ത ഒന്നുമില്ല. നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ, ഇപ്പം നമ്മൾ സാധാരണ ജീവിതത്തെക്കുറിച്ച് പറയും പുരുഷാർത്ഥങ്ങൾ. പുരുഷാർത്ഥത്തിൻ്റെ സിദ്ധിക്ക്, പുരുഷാർത്ഥം എന്നതിന് പ്രയത്നം എന്നൊരു അർത്ഥവുമുണ്ട്, ധർമാർത്ഥ കാമമോക്ഷങ്ങൾ എന്ന അർത്ഥവുമുണ്ട്. ഈ ധർമാർത്ഥ കാമമോക്ഷങ്ങൾക്കായി നമ്മെ സജ്ജമാക്കുന്ന കൃതികളാണ് നമ്മുടെ ഇതിഹാസങ്ങൾ. പക്ഷെ നിർഭാഗ്യവശാൽ നമുക്ക് ഇതിഹാസങ്ങളിലെ കുറച്ച് കഥകൾ മാത്രമേ അറിയുകയുള്ളൂ.
ഇതിഹാസങ്ങളെ സമ്പൂർണമായി വിശകലനം ചെയ്ത് പഠിക്കുന്ന ഒരു സമ്പ്രദായം നമുക്ക് ചരിത്രത്തിൻ്റെ ഏതോ ഘട്ടത്തിൽ വെച്ച് നഷ്ടപ്പെട്ടു. അപ്പോൾ വീണ്ടും നമുക്കറിയാം, സമീപകാലത്ത് ഇവിടെ ഗണേശ് സൂചിപ്പിച്ചിരുന്ന പോലെ ലീലാവതി ടീച്ചറിൻ്റെ വാക്കുകൾ നമ്മുടെ ഇതിഹാസത്തിലേക്ക് പുതിയ കാലത്ത് ധാരാളം പേര് കടന്നു വരുന്നുണ്ട്. പക്ഷെ നമുക്കറിയാം, അവരുടെ വ്യാഖ്യാനങ്ങൾ പലതും ചില സങ്കുചിതമായ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളുടെ പരിമിതമായ കാഴ്ചപ്പാട് വെച്ചുകൊണ്ടാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ഇതിഹാസ പഠനം, മൗലികമായ ഒരു ഇതിഹാസ പഠനം സമീപകാലത്ത് വന്നത് നമുക്കറിയാം. ഇവിടെ പരാമർശിക്കപ്പെട്ട് കഴിഞ്ഞ് തുറവൂർ വിശ്വംഭരൻ്റെ മഹാഭാരത പര്യടനം തന്നെയാണ്. ഇപ്പോൾ ഹരിയേട്ടൻ്റെ ഇതിഹാസ പഠനങ്ങൾക്ക് അവിടെയാണ് വളരെ പ്രസക്തി. എനിക്ക് തോന്നുന്നു ഹരിയേട്ടൻ്റെ വാത്മീകി രാമായണം ഒരു പഠനം എന്ന കൃതി അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ്, അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനകത്ത് ഇന്നേ വരെ ആരും നിരീക്ഷിച്ചിട്ടില്ലാത്ത ഒരുപാട് വശങ്ങൾ, ഇപ്പൊ രാമനും ഭരതനും തമ്മിൽ ശ്രീരാമചന്ദ്രൻ ഭരതന് നൽകുന്ന ഭരണസംബന്ധമായ ഉപദേശങ്ങൾ, നാട്ടിലെ സ്ഥിതിയെക്കുറിച്ച് അദ്ദേഹം അന്വേഷിക്കുന്ന കൂട്ടത്തിൽ നൽകുന്ന ഭരണപരമായ നിർദ്ദേശങ്ങൾ എക്കാലവും പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ സുന്ദരകാന്ഡത്തെ അടിസ്ഥാനപ്പെടുത്തി അദ്ദേഹം ഹരിയേട്ടൻ നടത്തിയിട്ടുള്ള നിരീക്ഷണങ്ങൾ അത്ഭുതാവഹമാണ്. മുമ്പൊരിക്കലും അത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ നടത്തി കണ്ടിട്ടില്ല. ഇപ്പോ രാമരാവണ യുദ്ധത്തിന് ശേഷം വിഭീഷണനെ അഭിഷേകം ചെയ്യുന്നുണ്ട്, രാജാവായിട്ട് അവിടെ ലങ്കയുടെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്നുണ്ട്. അതിനു മുമ്പ് കിഷ്കിന്ധയിലെ രാജാവായിട്ട് സുഗ്രീവനെ അഭിഷേകം ചെയ്യുന്നുണ്ട്. അധർമ്മികളായിട്ടുള്ള ഭരണാധികാരികളെ നിഷ്കാസനം ചെയ്തിട്ട് തൽസ്ഥാനത്തേക്ക് ധാർമ്മിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന അതാത് ജനവംശത്തിൻ്റെ പ്രതിനിധികളെ തന്നെ രാജാവായിട്ട് വരുന്നു. അപ്പൊ വിഭീഷണന്റെ വളരെ ഭംഗിയായിട്ടുള്ളൊരു ചർച്ചയാണ് ഹരിയേട്ടൻ്റെ ആ രാമായണ കൃതിയിലുള്ളത്. ആദ്യം ഇദ്ദേഹം അഭയം പ്രാപിച്ച് 2 അഭിഷേകങ്ങൾ, വിഭീഷണന് വേണ്ടി നടത്തുന്ന 2 അഭിഷേകങ്ങൾ എന്ന നിലയ്ക്കാണ് ആ ലേഖനത്തിൽ അദ്ദേഹം ചർച്ച നടത്തുന്നത്. ഒന്ന്, അദ്ദേഹം രാവണനുമായി ഇനി ഒത്തുപോകാൻ സാധിക്കില്ല, ശ്രീലങ്കയിൽ ഒരു ഭരണമാറ്റം അനിവാര്യമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് രാമനെ വന്ന് ആശ്രയിക്കുന്ന വിഭീഷണനെ സംശയദൃഷ്ടിയിലൂടെയാണ് വാനരന്മാർ, സുഗ്രീവൻ ഉൾപ്പെടെയുള്ളവർ നിരീക്ഷിച്ചത്. പക്ഷെ രാമചന്ദ്രൻ അദ്ദേഹത്തെ സ്വീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ ഉദ്ദേശങ്ങളെ സൂക്ഷ്മമായി മനസ്സിലാക്കുകയും അദ്ദേഹത്തെ ശ്രീലങ്കയുടെ ഒരു പ്രവാസി ഭരണകർത്താവായിട്ട് അദ്ദേഹത്തെ അഭിഷേകം ചെയ്യുകയും ചെയ്യുന്ന ഒരു കാര്യം സത്യം പറഞ്ഞാൽ മുമ്പ് ഞാനത് ശ്രദ്ധിച്ചിരുന്നില്ല. അപ്പൊ ഇതുപോലെ വളരെ സൂക്ഷ്മമായ, അതുപോലെ രാവണന്റെ 10 തലയെക്കുറിച്ച് ഹരിയേട്ടൻ നടത്തുന്ന ചർച്ച പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാരണം രാവണന്റെ അഹങ്കാരം, നമ്മൾ പറയാറുണ്ടല്ലോ, അവന്റെ തലയെടുപ്പ് കണ്ടില്ലേ, അഹങ്കാരിയാണ് അവൻ എന്ന് പറയുമല്ലോ. രാവണന്റെ ബുദ്ധിവൈഭവത്തെ മാത്രമല്ല, അദ്ദേഹത്തിന്റെ അഹങ്കാരത്തെ കുറിച്ച് തന്നെ, അതിൻ്റെ പ്രഭാവത്തെ പ്രകടമാക്കാനാണ് ഈ 10 തല എന്നുള്ള സങ്കല്പം എന്ന് പലപ്പോഴും ഞാൻ പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഹരിയേട്ടൻ വാത്മീകി
എങ്ങനെയാണ് വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വളരെ സൂക്ഷ്മമായ ഒരു ഹരിയേട്ടന് മാത്രം സാധിക്കുന്ന തരത്തിൽ, അഥവാ മുമ്പ് ആരും ശ്രമിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു അനാലിസിസാണ് നമുക്ക് രാമായണത്തിൻ്റെ ഈ ദശവദനൻ അല്ലെങ്കിൽ ദശാനൻ, ദശഗ്രീവൻ, അദ്ദേഹം പറയുന്നത് സുഗ്രീവൻ, അതുപോലെ ഹയഗ്രീവൻ പോലെ ഒരു പേര് മാത്രമാണ് ദശഗ്രീവൻ എന്ന് ഹരിയേട്ടൻ അവിടെ ഒരു ഭാഗത്ത് നിരീക്ഷിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് രാമായണം എന്ന നമ്മുടെ ഇതിഹാസത്തെ ഒരു പുതിയ പരിപ്രേക്ഷ്യത്തിൽ സമീപിക്കാൻ വളരെ ഉപകാരപ്രദമായ ഒരു പഠനമാണ് ഹരിയേട്ടൻ്റെ വാൽമീകി രാമായണ പഠനം എന്ന് പറയാൻ എനിക്ക് യാതൊരു ശങ്കയുമില്ല. ആ കൃതി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ഹിന്ദിയിൽ വിവർത്തനം ചെയ്ത് ഇപ്പോൾ അതിൻ്റെ പ്രശസ്തി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്നതിൽ സന്തോഷമുണ്ട്. അത് സ്വാഭാവികമായിട്ടും സംഭവിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് ഞാൻ പറയാം. അപ്പോൾ ഈ സന്ദർഭത്തിൽ ഞാൻ അധികം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അദ്ദേഹത്തിൻ്റെ മഹാഭാരതത്തെക്കുറിച്ചും അതിവിടെ പരാമർശിച്ചു കഴിഞ്ഞ് സമാനമായിട്ടുള്ള പഠനമുണ്ട്. എന്തായാലും തൻ്റേതായ ഒരു വ്യക്തിത്വം ഹരിയേട്ടൻ്റെ എല്ലാ കൃതിയുടെയും മുഖമുദ്രയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത്യന്തം മാതൃകാപരമായിട്ടുള്ള ഒരു വ്യക്തിജീവിതവും സാർത്ഥകമായ ഒരു സംഘടനാ ജീവിതവും ധൈഷണിക ജീവിതവും കാഴ്ചവെച്ച ശേഷം ഈ ലോകത്തോട് വിട പറഞ്ഞ ഹരിയേട്ടനെ കുറിച്ചുള്ള നമ്മുടെ ഓർമ്മകൾ എക്കാലവും നമുക്കെല്ലാവർക്കും പ്രേരണയും പ്രചോദനവുമായി തീരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഭാരത്.